ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ഡ്രാഗൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന എന്താണ്? ന്യൂഡിറ്റി, റിവഞ്ച്, ബ്ലഡ്, ഡ്രാഗൺസ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഗെയിം ഓഫ് ത്രോൺസിലും ഹൗസ് ഓഫ് ഡ്രാഗണിലും ശരിക്കും യഥാർത്ഥത്തിൽ കാണുന്നത് അധികാരത്തിന്റെ മനഃശാസ്ത്രമാണ്. അതായത് പവർ സൈക്കോളജി തന്നെയാണ്. ആരാണ് ആളുകളെ ഭയപ്പെടുത്തി ഭരിക്കുന്നത്? ആരാണ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ആരാണ് എല്ലാം അറിയുകയും ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നത്? ആരാണ് സ്വന്തം ബുദ്ധി കൊണ്ട് ലോകത്തെ തോൽപ്പിച്ചത്? ആരാണ് അധികാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അധികാരം തേടിയെത്തിയത്? ഈ സീരീസുകളിൽ എല്ലാവരും ഒരേ ഗെയിമാണ് കളിച്ചത്. പക്ഷെ അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയവർ വെറും 5 പേര് മാത്രമാണ്. സെർസി ലാനിസ്റ്ററിന്റെ ഒരു പ്രശസ്തമായ ഒരു ഫിലോസഫി ഉണ്ട്. When you play the game of throne, you win or you die. There is no middle ground. അധികാരത്തിന്റെ കളിയിൽ ഒന്നുമില്ലെങ്കിൽ ജയിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഇടയിൽ ഒരു ഒത്തുതീർപ്പുമില്ല. ഇതൊരു ഡയലോഗൊന്നുമല്ല, ഇതൊരു ജീവിത തത്വമാണ്. സ്നേഹം താൽക്കാലികമാണ്, പവറോ നിരന്തരമാണ്, ഭയം ഒരു കവചമാണ്. അതുകൊണ്ടാണ് ഒറ്റ രാത്രിയും കൊണ്ട് വൈൽഡ് ലൈഫ് ഉപയോഗിച്ചിട്ട് എല്ലാവരെയും അങ്ങോട്ട് ഇല്ലാതാക്കിയത്. ഇതേ പാരലൽ സംഭവം തന്നെയാണ് ഹൗസ് ഓഫ് ഡ്രാഗണിൽ. ഡയമോൺ ടാർഗാറിയൻ, ഡെമോണും വിശ്വസിക്കുന്നത് ഇതേ സൈക്കോളജി തന്നെയാണ്. ഡ്രീംസ് ഡിഡിന്റ് മേക്ക് us king, ബട്ട് ഡ്രാഗൺസ് ഡിഡ് എന്ന് വെച്ച സ്വപ്നങ്ങളല്ല, ശക്തിയാണ് രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഈ 2 വ്യക്തികളുടെ നിന്നും ജീവിതം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പാഠമുണ്ട്. ഭയം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കാം, പക്ഷെ ഒരിക്കലും വിശ്വാസം നേടിയെടുക്കാൻ കഴിയില്ല. ലിറ്റിൽ ഫിംഗർ ജനിച്ചത് രാജാവായിട്ടല്ല, രാജാക്കന്മാരെ കളിപ്പിക്കാൻ വന്ന ഒരാളായിട്ടാണ്. കെയോസീസിന്റെ പെറ്റ്, കെയോസീസ് ലാഡർ. അരാജകത്ത് ഒരു കുഴിയല്ല, അത് കയറാനുള്ള ഒരു ഗോവണി തന്നെയാണ്. അവന് ആർമി ഇല്ല, ടൈറ്റിലില്ല, ബ്ലഡ് ലൈൻ ഇല്ല, പക്ഷെ മറ്റുള്ളവരുടെ കൺഫ്യൂഷൻ ആയിരുന്നു അവന്റെ ക്യാപിറ്റൽ തന്നെ. ഓരോ യുദ്ധത്തിലും എല്ലാവരും പാനിക് ആവുകയും പേടിക്കുകയും ധൈര്യം സംഭരിക്കാനും മാത്രമാണ് നോക്കിയത്. പക്ഷെ അവൻ മാത്രം ബുദ്ധി ഉപയോഗിച്ചു. ഇതേ വ്യക്തി തന്നെയാണ് ഹൗസ് ഓഫ് ഡ്രാഗണിലെ ഓട്ടോ ഐയോവർ. ഓട്ടോ സിംഹാസനത്തിൽ ഇരുന്നേ ഇല്ല, പക്ഷെ ഓട്ടോ തീരുമാനിച്ചു ആരാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് എന്ന്. പക്ഷെ ഓട്ടോ ഒന്നും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാള് നിന്റെ പ്ലാനുകൾ മനസ്സിലാക്കിയാൽ അവിടെ നീ തീർന്നു. വാരിസിന് സൈന്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ രാജാവിനെക്കാട്ടിലും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നു. നോളേജ് ഈസ് പവർ. അറിവാണ് അധികാരം. അവ എല്ലാം കേട്ടു, എല്ലാം അറിഞ്ഞു, പക്ഷെ ഒന്നും വെളിപ്പെടുത്തിയില്ല. അതാണ് അറിവിന്റെ ശക്തി. ഹൗസ് ഓഫ് ഡ്രാഗണിലെ മൈസേറിയ, ദ വൈറ്റ് വോ, അവൾക്കും കിരീടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നഗരത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അവൾക്ക് അറിയാമായിരുന്നു. ഇവിടെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഏറ്റവും ശക്തനായ മനുഷ്യൻ നല്ല സൗണ്ടുള്ള വ്യക്തിയായിരിക്കില്ല, എല്ലാം അറിയുന്നവനും എല്ലാം മിണ്ടാണ്ട് കേൾക്കുന്നവനുമായിരിക്കും. ടൈറിയൻ ലാൻസ്റ്റർ, ദ മൈൻഡ് കുഡിന്റ് ടേക്ക്. ടൈറിയനിൽ നിന്ന് എല്ലാം എടുത്തു. അവന്റെ പദവി, പണം, പവർ, ബഹുമാനം, സ്ഥാനം, പക്ഷെ ഒന്ന് മാത്രം എടുക്കാൻ പറ്റിയില്ല, അവന്റെ ബുദ്ധി. അവ എപ്പോഴും പറയായിരുന്നു, നെവർ ഫോർഗോട്ട് വാട്ട് യു ആർ, ദ റെസ്റ്റ് ഓഫ് വേൾഡ് വിൽ നോട്ട്. നീ ആരാണെന്ന് ഒരിക്കലും നീ മറക്കരുത്, ലോകം നിന്നെ മറക്കില്ല. അവൻ തന്റെ വീക്ക്നെസ് മറച്ചില്ല, അത് അവൻ ആയുധമാക്കുകയാണ് ചെയ്തത്. ഇതേ വ്യക്തി തന്നെ ഹൗസ് ഓഫ് ഡ്രാഗണിലെ ലാരി സ്ട്രോങ്ങും. ശാരീരിക പരിമിതി ഉണ്ടായിട്ടും ഇൻഫർമേഷനും ഇന്റലിജൻസും കൊണ്ട് എല്ലാം അങ്ങട് ഭരിച്ചു. ഇതിൽ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആളുകൾ നിങ്ങൾക്കുള്ള ഗുണം എങ്ങാനും പിടിച്ചു വാങ്ങിയാൽ അവർക്ക് പിടിച്ചു വാങ്ങാൻ പറ്റാത്ത അത്ര വലിയ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുക, വളർത്തിയെടുക്കുക. അടുത്ത നമ്മുടെ നായകൻ ജോൺ സ്നോ ആണ്. ഇതാണ് ഏറ്റവും ശക്തമായ ഭാഗം. ജോൺ സ്നോയുടെ മഹത്വം കൊണ്ട് അവൻ രാജാവായതല്ല, അവൻ രാജാവാകാൻ ആഗ്രഹിച്ചില്ല എന്നതാണ് ശരിക്കും സത്യം. ലവ് ഈസ് ഡെത്ത് ഓഫ് ഡ്യൂട്ടി. സ്നേഹം പലപ്പോഴും കടമയുടെ മരണമാണ്. അവൻ ഓരോ സമയം സ്വന്തം കടമയുടെയും സ്നേഹത്തിന്റെയും ഹൃദയത്തിന്റെയും കടപ്പാടിന്റെയും തെരഞ്ഞെടുക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. ഇതേ വ്യക്തി തന്നെ ഹൗസ് ഓഫ് ഡ്രാഗണിലെ വിസിരിയസ് ടാർഗാരിയൻ. യുദ്ധം ജയിക്കാനല്ല, സ്വന്തം രാജ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഇവർ 2 പേരും. പക്ഷെ അതിയായ കരുണയും ഒരു ദൗർലഭ്യമായി മാറി. ആരോടും അധികം കരുണ കാട്ടരുത്. ഇപ്പോഴൊന്ന് ശ്രദ്ധിക്കൂ. സെർസി ഭയം കൊണ്ട് ഭരിച്ചു, ലിറ്റിൽ ഫിംഗർ അരാജത്വം കൊണ്ട് ഉയർന്നു, വെയ്സ് വിവരങ്ങൾ കൊണ്ട് ജീവിച്ചു, ടൈറിയൻ ബുദ്ധി കൊണ്ട് ജയിച്ചു, ജോൺ സ്നോ കടമ കൊണ്ട് നിലനിന്നു. ഇവരെല്ലാം ശക്തരായിരുന്നു, പക്ഷെ ഇവരെല്ലാം തകർന്നത് അവരുടെ ശക്തിയെ ശക്തരാക്കിയ ആ ഗുണം കൊണ്ട് തന്നെയായിരുന്നു. ഭയം ഒറ്റപ്പെടൽ, മാനിപ്പുലേഷൻ അവിശ്വാസം, സീക്രട്ട് ബലി, ഇന്റലിജൻസ് വികാരവേദന, ഡ്യൂട്ടി വ്യക്തിപരമായ നഷ്ടം. ഗെയിം ഓഫ് ത്രോൺസ് എന്നെ ശരിക്കും പഠിപ്പിച്ചത് ഒരു സിംഹാസനം ശരിക്കും പറഞ്ഞ ഒരു ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ വെറും കസേര മാത്രമാണ്. പക്ഷെ അധികാരം അത് മനുഷ്യന്റെ ഭയം കൊണ്ടും ആഗ്രഹം കൊണ്ടും രഹസ്യം കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിൽ ഒരു ഫാന്റസി അല്ല കണ്ടത്, മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു ഇരുണ്ട രൂപമാണ് കണ്ടത്. ദ ഗെയിം ഈസ് നോട്ട് എ ഫിക്ഷൻ, യു ആർ
ആർ ആൾറെഡി പ്ലേയിങ്. ഈ കളി സാങ്കല്പികമല്ല, നിങ്ങൾ ആൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.